കാസർഗോഡ് UDF വ്യാപകമായി കള്ളവോട്ട് ചെയ്യുന്നതായി LDFന്റെ പരാതി. ചെർക്കള, കുമ്പള, പേരാൽ, ചെങ്കള എന്നിവിടങ്ങളിൽ UDF കള്ളവോട്ടിന് ശ്രമിച്ചു. കുമ്പള UDF പ്രവർത്തകർ കള്ളവോട്ട് ചെയ്യാനെത്തിയ സ്ത്രീ ഓടി രക്ഷപ്പെടുകയായിരുന്നു. വിവരങ്ങളുമായി സിജു കണ്ണൻ ചേരുകയാണ്. സിജു, കുറച്ചുകൂടി സമഗ്രമായി ഇത് സംബന്ധിച്ചുള്ള വാർത്തകൾ പുറത്തു വരികയാണ്. പോളിംഗ് ബൂത്ത് നമ്പർ 113, 114, 115 എന്നിവിടങ്ങളിലാണ് വ്യാപകമായി കള്ളവോട്ട് ചെയ്യുന്നതായി LDFന്റെ പരാതി ഉയർന്നിരിക്കുന്നത്. സമഗ്ര വിവരങ്ങൾ എന്തെല്ലാമാണ്? നിലിമ, പോളിംഗ് പുരോഗമിക്കുമ്പോൾ കാസർഗോഡ് ജില്ലയിൽ UDF ശക്തി കേന്ദ്രങ്ങളിലുള്ള പോളിംഗ് ബൂത്തുകളിൽ വ്യാപകമായി കള്ളവോട്ട് നടക്കുന്നതായാണ് ഇപ്പോൾ ആ പരാതി ഉയർന്നിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ചെർക്കള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. ചെർക്കള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 3 പോളിംഗ് ബൂത്തുകളുണ്ട്. പോളിംഗ് ബൂത്ത് നമ്പർ 113, 114, 115. അതോടൊപ്പം തന്നെ ഇതിന് തൊട്ടടുത്തായി ALPS ചെങ്കളയിലെ ബൂത്ത് നമ്പർ 106, 107 എന്നിവിടങ്ങളിൽ വ്യാപകമായി കള്ളവോട്ട് നടക്കുന്നതായാണ് LDFന് പരാതി ലഭിച്ചിരിക്കുന്നത്. 3 പോളിംഗ് ബൂത്തുകളിലും പോളിംഗ് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുന്നതായും LDF നൽകിയ പരാതിയിൽ പറയുന്നു. നിലവിൽ LDF ഭരണാധികാരിയായ ജില്ലാ കളക്ടർ K. ഇമ്പശേഖറിന് പരാതി നൽകിയിട്ടുണ്ട്. LDF പാർലമെന്റ് മണ്ഡലം കമ്മിറ്റി കൺവീനർ KP സതീഷ് ചന്ദ്രനാണ് ആ പരാതി നൽകിയിരിക്കുന്നത്. ഇന്ന് പോളിംഗ് ആരംഭിച്ചത് മുതൽ വ്യാപകമായി കള്ളവോട്ടിന് ശ്രമം നടത്തി. കള്ളവോട്ടുകൾ പലതായി ചെയ്തു എന്നാണ് LDFന്റെ പരാതി. ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിയാണ് ഇത്തരത്തിൽ കള്ളവോട്ട് ചെയ്തത് എന്നാണ് പരാതി ഉയർന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, കുമ്പള പേരാലിലും ഒരു കള്ളവോട്ട് ശ്രമം നടന്നു. 160 നമ്പർ ബൂത്തിൽ UDF കള്ളവോട്ടിന് ശ്രമിച്ചു. UDF പ്രവർത്തക കള്ളവോട്ട് ചെയ്യുന്നതിനായി പോളിംഗ് ബൂത്തിലേക്ക് വരികയായിരുന്നു. ഈ സമയത്ത് LDF ബൂത്ത് ഏജന്റുമാർ ഇത് കണ്ടുപിടിച്ചു. ഇവർ പരാതിപ്പെട്ടതോടുകൂടി കള്ളവോട്ട് ചെയ്യാനെത്തിയ സ്ത്രീ ഓടി രക്ഷപ്പെട്ടു എന്നാണ് ഇവിടെ പേരാലിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഇങ്ങനെ വ്യാപകമായി ഇതിന്റെ തുടക്കം മുതൽ ഇപ്പോൾ ഈ അവസാന മണിക്കൂറുകളിൽ എത്തി നിൽക്കുമ്പോൾ കള്ളവോട്ടിന് ശ്രമിക്കുന്നു എന്നാണ് LDF പരാതി നൽകിയിരിക്കുന്നത്. LDF രേഖാമൂലം തന്നെ അത് ഇപ്പോൾ പരാതി നൽകിയിട്ടുണ്ട്. ഭരണാധികാരിയായ K. ഇമ്പശേഖരനാണ് നിലവിൽ പരാതി നൽകിയിരിക്കുന്നത്. നീലിമ, കാസർഗോഡിന്റെ ഒരു സമഗ്ര ചിത്രത്തിലേക്ക് വരികയാണെങ്കിൽ സിജു, 54.10% പോളിംഗ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏറ്റവും ഒടുവിലത്തെ കണക്കനുസരിച്ച്, മണ്ഡലങ്ങൾ അനുസരിച്ചുള്ള ഒരു കണക്ക് നമുക്കുണ്ടോ? എങ്ങനെയാണ് കാസർഗോഡ് മണ്ഡലത്തിലെ ഒരു പോളിംഗ് സ്ഥിതി? ഇപ്പോൾ വലിയ ചൂടൊക്കെയാണ്. ഇതിനെ അവഗണിച്ചുകൊണ്ടും വലിയ ക്യൂ അവിടെ അനുഭവപ്പെടുന്നുണ്ട് എന്നാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. സമഗ്രമായ വിവരങ്ങൾ എന്തെല്ലാമാണ്? നീലിമ, വളരെയധികം ശക്തമായ പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലങ്ങളിലൊന്നാണ് കാസർഗോഡ്. ഇന്ന് ഉച്ചയ്ക്ക് 3:20 വരെയുള്ള ഔദ്യോഗികമായ ഒരു കണക്ക് നമുക്ക് ലഭ്യമായിട്ടുണ്ട്. ആ കണക്കിൽ വലിയ ഒരു പോളിംഗ് ശതമാനമാണ് കാണുന്നത്. കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ ആകെ 54.29% വോട്ട് രേഖപ്പെടുത്തിയെന്ന ഒരു കണക്കാണ് ഇപ്പോൾ ലഭിക്കുന്നത്. 7,88,458 പേരാണ് ഈ നിമിഷം വോട്ട് ചെയ്തിരിക്കുന്നത്. പുരുഷന്മാർ 53.19%, 3,73,172, സ്ത്രീകൾ 55.31%. സ്ത്രീ വോട്ടർമാർ കൂടുതലായി പോളിംഗ് ബൂത്തുകളിൽ എത്തുന്നു എന്നാണ് ഈ കണക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മഞ്ചേശ്വരം മണ്ഡലത്തിൽ 50.51% പോളിംഗ് ആണ്. 3:20 വരെ ഔദ്യോഗികമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്ന കണക്കുകളിൽ നിന്ന് വ്യക്തമാക്കുന്നത്. കാസർഗോഡ് മണ്ഡലത്തിൽ 50.80% ഉദുമ മണ്ഡലത്തിൽ അല്പം കൂടുന്നു. 52.90% രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഉദുമയിലും സ്ത്രീ വോട്ടർമാർ കൂടുതലായി എത്തുന്നു. 55% സ്ത്രീ വോട്ടർമാർ എത്തുമ്പോൾ 50% പുരുഷ വോട്ടർമാരാണ് ഈ 52.90 എന്ന കണക്കിലുള്ളത്. കാഞ്ഞങ്ങാട് മണ്ഡലത്തിൽ അതായത് സ്ത്രീ വോട്ടർമാർ കൂടുതലായി ഈ പോളിംഗ് ബൂത്തുകളിലേക്ക് ഒഴുകിയെത്തുന്ന ഒരു കാഴ്ച കാസർഗോഡ് നിന്ന് കാണാൻ കഴിയുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്.